നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബീറ്റ്റൂട്ട് തോരനാണ്. അപ്പോൾ ഞാൻ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്രഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ജാറിലോട്ട് ഉള്ളിയും പിന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. എൻ്റെ ഉമ്മ എനിക്ക് ക്രഷ് ചെയ്ത് തരുന്നത്. എന്നിട്ട് നമുക്ക് ഒരു അടുപ്പത്തൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായ ശേഷം അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഞാൻ പറഞ്ഞുതരാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരച്ചു വെച്ച ഉള്ളിയും വറ്റൽമുളകും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബീറ്റ്റൂട്ട് ഉണ്ടാക്കി കഴിയുന്നത് വരെ ആരെങ്കിലും നമ്മളെ വ്ളോഗ് ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എൻ്റെ വ്ളോഗ് ഒന്ന് കാണുക. എന്നിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീറ്റ്റൂട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒക്കെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് എന്നിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് എടുത്തിട്ട് നമ്മൾ ആ ബീറ്റ്റൂട്ടൊക്കെ തുറന്ന ശേഷം ഇട്ട് കൊടുക്കാം. നമ്മൾ ആ കോക്കനട്ടൊന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആർക്കൊക്കെ ഇഷ്ടമാണ് ഈ ബീറ്റ്റൂട്ട് തോരനെ കമൻറ്റ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതേ നമ്മളെ ബീറ്റ്റൂട്ട് തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും ഇതേപോലത്തെ